സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വിഷ്ണുരാജ് ഈ യോഗത്തിൽ സംബന്ധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേട്ടാച്ചിറ കുടിവെള്ള പദ്ധതിയുടെ മുളയറം പമ്പ് ഹൗസിനോട് ചേർന്ന് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 1.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തടയയുടെ നിർമ്മാണ ഉദ്ഘാടനം തെരുവൻ ഭാഗത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ പൊതുയോഗം സാക്ഷി ടിവി പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുന്നു. ഈ തത്സമയ സംരക്ഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഞ്ചുമറിയപ്പള്ളി, JV ബിന്ദു, സുനിൽകുമാർ, KS ജയലേഖ, S സിന്ധു, നെസ്സി മമ്പലത്തിൽ, S ശ്രീജ എന്നിവരെയും അക്കന്നൂർ വാർഡ് മെമ്പർ S ശ്രീജ അവരുടെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതിച്ചാണ്. ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ശ്രീ AG രമണൻ CPM പോരാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുജന പ്രസ്ഥാനത്തിന്റെ നേതാവ് A മുസ്തഫ CPI യുടെ നേതാവ് ശ്രീ A മുസ്തഫയെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതാണ്. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ യൂസഫ് ചേലപ്പിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. BJPയുടെ ചടയമംഗലം മണ്ഡലം സെക്രട്ടറിയായിട്ടുള്ള ശ്രീ ഹരികുമാർ MLA ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കേരള കോൺഗ്രസ് പിയുടെ നേതാവ് ശ്രീ സുഗതപിള്ളയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആറാട്ടുകടവ് സംരക്ഷണ സമിതി അംഗം ശ്രീ അനിൽകുമാർ BA ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആറാട്ടുകടവ് സംരക്ഷണ സമിതിയുടെ കൺവീനർ ശ്രീ B മിനിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആറാട്ടുകടവ് സംരക്ഷണ സമിതി അംഗം മുൻ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ GK ഉണ്ണികൃഷ്ണയെ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിലും സദസ്സിലും എത്തിയിട്ടുള്ള ഈ പ്രദേശത്തെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വാർഡുകളിലേക്ക് ജനപ്രതിനിധികളടക്കം ബഹുജനങ്ങളടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം ആശംസിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് രാജു അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഈ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ അവർ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വാളിയോട് ജേക്കബ് അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് M ബാബുരാജ് അവർ, CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG രമണൻ അവർ, CPIയുടെ നേതാവ് A മുസ്തഫ അവർ, അതുപോലെ തന്നെ BJPയുടെ നേതാവായിട്ടുള്ള ഹരികുമാർ, അതുപോലെ സുഗതൻ പിള്ള അവർ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഏകദേശം 10ഓളം വാർഡുകളിൽ ഗുണം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്നിവിടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളെ സംബന്ധിച്ച് ഈ ഉണക്കുകാലം ആവുമ്പോൾ വെള്ളത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ പൊതുജനങ്ങളായാലും രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തായാലും ഇത്തരത്തിലുള്ള ജില്ലാ പഞ്ചായത്തിനെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിനെ ആയാലും സമീപിച്ചുകൊണ്ട് വിവിധ വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച വൈസ് പ്രസിഡന്റ് തന്നെ ഈ കുടിവെള്ള പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് ഒട്ടനവധി വാർഡുകളിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അതിൽ എടുത്തു പറയാൻ പറ്റുന്നത് എന്റെ തന്നെ വാർഡിലെ കുടിവെള്ള പ്രശ്നമാണ്. ഏകദേശം 1,10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആ ഒരു വാർഡിലെ മാത്രമല്ല ഏകദേശം 10ഓളം വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അത്തരത്തിൽ ആ ഒരു പ്രദേശത്തെയും അതുപോലെ അതിനോടനുബന്ധിച്ചിരിക്കുന്ന 10ഓളം വാർഡുകളിലെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഇപ്പോ വലിയ ചരിവ് നമുക്കറിയാം. ഒട്ടും ഉണക്ക് ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷെ അത് പരിഹരിച്ചുകൊണ്ട് ഈ വർഷം 75 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ആ പാറമുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു. ഒരു ജനപ്രതിനിധി
ജയിച്ചു പോയതിനു ശേഷം ആ ജയിച്ചു പോകുന്ന മേഖലയിൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ആ ഫണ്ട് ഏതെല്ലാം രീതിയിൽ വിനിയോഗിക്കണം എന്നത് നമ്മൾ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തെ കണ്ടു തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി പഞ്ചായത്തുകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. എങ്കിലും ചടയമംഗലം പഞ്ചായത്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇനിയും ഒട്ടനവധി കള്ളിക്കാട് അടക്കമുള്ള വാർഡുകളുണ്ട് ഈ കുടിവെള്ള പ്രശ്നം നേരിടുന്ന. അത്തരത്തിലുള്ള വാർഡുകളിൽ കൂടി ഇദ്ദേഹത്തിന്റെ ഇതുപോലുള്ള ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ തടയണയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചടയമംഗലം പഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഈ തടയണ വെള്ളം കെട്ടി നിർത്തുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള കിണറുകളിലും മറ്റുമൊക്കെ വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഈ പദ്ധതി ഉപയോഗപ്പെടും. അപ്പം ഒരു മേഖലയിലേക്ക് പൈസ വകമാറ്റി വെക്കുമ്പോൾ അത് ആ മേഖലയിലേക്ക് മാത്രമല്ല, ആ പ്രദേശത്തൊട്ടാകെ, അതുപോലെ ഈ പഞ്ചായത്തിലെ 10 വാർഡുകൾ, തൊട്ടടുത്ത പഞ്ചായത്ത്, എല്ലാ സ്ഥലത്തും ഈ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. തീർച്ചയായിട്ടും അതിവിടെ ലഭ്യമാക്കിയ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ആദരവ് ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ആദരവ് ചടങ്ങിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള സമിതി പ്രസിഡന്റ് ശ്രീ മധുസൂദനൻ പിള്ള അവർകളെ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ ക്ഷണിക്കുന്നു. ആദ്യമായി പൊന്നാട അണിയിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. പൊന്നാട സമർപ്പിക്കുന്നത് സജി PL, രാജീവ് R. അടുത്തത് മൊമന്റോ സമർപ്പണമാണ്. സമിതി പ്രസിഡന്റ് ശ്രീ മധുസൂദനൻ പിള്ള, സമിതി അംഗം ഭാർഗവൻ. ഈ മൊമന്റോയിൽ ആലേഖനം ചെയ്തിട്ടുള്ള 1-2 വാക്കുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാടിനു വേണ്ടി മുളയം, തടയണ, പോരേടം, ശ്രീ മഹാദേവ ക്ഷേത്രകുളം, തെരുവിൻ ഭാഗം, മുളയം റോഡുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് 2,25,00,000 രൂപ അനുവദിച്ച് നടപ്പിലാക്കി തന്ന ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലയുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ സാംകെ ഡാനിയൽ അവർക്ക് ഈ നാടിന്റെ ഊഷ്മളമായ സ്നേഹാദരങ്ങൾ നന്ദിയോടെ ആറാട്ടുകടവ് സംരക്ഷണ സമിതി അർക്കന്നൂർ തെരുവിൻ ഭാഗം. ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
ദിശ, ഏറെ പ്രിയങ്കരയായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജനീസ്വാമി, ഇവിടെ സ്വാഗതം ആശംസിച്ച ഏറെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു, ഇവിടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുഹൃത്ത് ശ്രീ മാലിയോട് ജേക്കബ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീ എം ബാലരാജൻ, അതുപോലെ തന്നെ നമ്മുടെ സമീപ വാർഡ് മെമ്പറായ ശ്രീ നസീം അമ്പലത്തിൽ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായ CPIMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ KG രമണൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയനായ നേതാവ് ശ്രീ യൂസഫ് ചേർന്നി, BJPയുടെ കർണാടക മണ്ഡലം സെക്രട്ടറി ശ്രീ കരിവാളം, അതുപോലെ കേരള കോൺഗ്രസ് പിയുടെ പ്രിയനായ നേതാവ് ശ്രീ സൂരൻദാസി, ആറാട്ടുകാരുടെ സംരക്ഷണ സമിതി ശ്രീ അനിൽകുമാർ, അതുപോലെ തന്നെ ആറാട്ടുകാരുടെ സംരക്ഷണ സമിതിയുടെ വനിതാ കൂട്ടായ്മയുടെ കൺവീനർ ശ്രീമതി B മിനി, അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഏറെ പ്രിയനായ ശ്രീ MK ഉണ്ണികൃഷ്ണൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ബഹുജനങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാര്യം ഇന്ന് പ്രകൃതി തന്നെ വലിയ ചൂടുള്ള കാലഘട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ നല്ല മഴ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യകരമായ ഒരു ദിവസമാണ് എനിക്ക് സംബന്ധിച്ചത്. ഇവിടെ നമ്മുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം സൂചിപ്പിച്ച പോലെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ്, നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. നമുക്കറിയാം, സ്വാഭാവികമായും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജനപ്രതിനിധികൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ദാസന്മാരാണ്. യജമാനന്മാർ സ്വാഭാവികമായും ജനങ്ങളുമാണ്. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ജനപ്രതിനിധികൾ എന്നുള്ള തരത്തിൽ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പുമെല്ലാം വിജയിക്കപ്പെട്ട് വന്നിട്ടുള്ളവരാണ് ഒട്ടുമിക്ക ആളുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനപ്രതിനിധി അതിന്റെ പ്രവർത്തന സാക്ഷാത്കാരം എന്ന് പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോഴാണ് ജനപ്രതിനിധിക്ക് ഒരു ആത്മസാക്ഷാത്കാരം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. ചിലപ്പോൾ ഒരു 5 വർഷ കാലയളവിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാ പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ സാധിക്കും. എങ്കിലും അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ നാടാവശ്യപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോഴും ഓർക്കുമ്പോൾ 4 വർഷത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ നമ്മുടെ ഇടയ്ക്കൂർ വാർഡിലെ കറ്റൂട്ടിൽ കോളനിയിൽ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന സമയമാണ് അവിടുത്തെ സ്വീകരണം നടക്കുന്നത്. ആ സ്വീകരണം നടക്കുന്ന സമയത്ത് നമ്മുടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ കിലോമീറ്റർ അപ്പുറം പോയി, വലിയ ഏറ്റവും ഉയർന്ന ഭാഗമാണ്, കിലോമീറ്റർ അപ്പുറം പോയി ആ വെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ വെള്ളമായി തല ചൂടായി നടന്നു വരുന്ന രംഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. സാധാരണ ഈ ഒരു കാലത്ത് ഇങ്ങനെ തലച്ചൂടായി, പണ്ടൊക്കെ നമ്മളെല്ലാം ചെറിയ കാലത്ത് സ്വാഭാവികമായും ഇതൊക്കെ നമ്മൾ തലച്ചൂടായി, പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളാകുമ്പോൾ സ്വാഭാവികമായും വേനലുണ്ടാവും. തൊട്ടടുത്ത കുളത്തിലും ഒക്കെ യഥാർത്ഥത്തിൽ പോയി വെള്ളം യഥാർത്ഥത്തിൽ നമ്മൾ കോരിക്കൊണ്ട് വരാറുണ്ട്. പക്ഷേ ഈ സമീപകാലത്ത് മിക്കവാറും എല്ലായിടത്തും ജലം യഥാർത്ഥത്തിൽ ലഭ്യമാകുന്ന സാഹചര്യം ഉള്ളപ്പോൾ ആ ചടയമംഗലം പഞ്ചായത്തിലെ ഈ കറ്റൂട്ടിൽ കോളനിയിലെ ആളുകൾ ഇങ്ങനെ തലച്ചൂടായി യഥാർത്ഥത്തിൽ ദൂരെ ഭാഗത്തു നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു ഒരവസ്ഥയാണ് നമുക്ക് സാധിച്ചത്. ഞാനന്ന് അവിടെ
പറഞ്ഞു എന്തായാലും ശരി തന്നെ ഇതെല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എല്ലാവരും പറയുന്നതാണ് ഞങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള ഏർപ്പാട് ചെയ്യും എന്ന് പറയുന്നതാണ്. പക്ഷെ ഇതുവരെ നടന്നില്ല എന്ന് വളരെ പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടെ സംഘടനരായി അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ അവർ വളരെ സംഘടനരായി എന്നാണ് പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആദ്യത്തെ പ്രയോറിറ്റി അതായത് കാരണം അവിടെ കുടിവെള്ളം യഥാർത്ഥം എത്തിക്കുക എന്നുള്ള സാധാരണ പൈപ്പിട്ട് കുടിവെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ഈ ഉയരത്തിലേക്ക് ടാങ്ക് കെട്ടി ആ ടാങ്കിൽ വെള്ളം നിറച്ച് അവിടെ വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സാധാരണ എല്ലാ പ്രാവശ്യവും പദ്ധതി ഉണ്ടാകും, പൈപ്പ് ഇടും, പ്ലാസ്റ്റിക് പൈപ്പാണ്, ആ പൈപ്പ് യഥാർത്ഥം പൊട്ടിയങ്ങ് പോകും. അപ്പൊ നമ്മള് റവന്യൂ ഒരു പാറ യഥാർത്ഥ പ്രദേശം കണ്ടെത്തിക്കൊണ്ട് റവന്യൂ വകുപ്പിൽ നിന്ന് സാങ്ഷൻ മേടിച്ചു അവിടെ ഏറ്റവും വലിയ ടാങ്ക് യഥാർത്ഥം നിർമ്മിച്ചുകൊണ്ട് ഏതാണ്ട് 1,10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ആ കട്ടൂട്ടിൽ നിവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ആദ്യ വർഷത്തെ പണം തന്നെ അവിടെ യഥാർത്ഥം ലഭിച്ചുകൊണ്ട് പിറ്റേ വർഷം അവിടെ ജലം ലഭ്യമാകുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അതിനോടൊപ്പം തന്നെ അപ്പൊ നമ്മള് ഇവിടെ എന്തുകൊണ്ട് വെള്ളം പലപ്പോഴും യഥാർത്ഥ ആളുകൾ പറയും വെള്ളം ലഭിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഈ വേട്ടാഞ്ചിറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മോട്ടർ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പൊ ആ വർഷങ്ങൾ പഴക്കമുള്ള മോട്ടർ മാറ്റി സ്ഥാപിച്ചു. അവിടുത്തെ 2 മോട്ടർ ഏതാണ്ട് ഈ 1 കോടി ചിലവാനും രൂപയില് ഏതാണ്ട് 10-40 ലക്ഷം രൂപ ഈ മോട്ടോർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മാറ്റിവെച്ചത്. അങ്ങനെ വേട്ടാഞ്ചിറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പുതിയ ജനറേറ്ററും മോട്ടറും ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് ആ പദ്ധതി നമ്മൾ അന്ന് നടപ്പിലാക്കിയത്. പിന്നീട് ഏറ്റവും വലിയ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം, ജലായിപ്പാറയുടെ ഇപ്പുറത്തുള്ള വലിയ ചെരുവ് കോളനികൾ. അവിടെയും ഇതുപോലെയാണ്, ഇത് താഴെ വന്നിട്ടാണ് വെള്ളതാന്തി കൊരുക്കുന്നത്. അവിടെ ഇപ്പോ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് പ്രത്യേകമായ സാക്ഷൻ 2 സെന്റിന്റെ സാക്ഷൻ യഥാർത്ഥം വെച്ച് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ടാങ്ക് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സാക്ഷൻ കൃത്യമായി ബന്ധപ്പെട്ടുണ്ടായി. അത് ജലായു ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത ഭൂമിയാണ് എന്നൊരു തർക്കം അവിടെ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് 2 സെന്റ് ഭൂമി റവന്യൂ വകുപ്പ് നമുക്ക് തന്നുകൊണ്ട് അവിടെ ഇപ്പോ ടാങ്ക് നിർമ്മിച്ച് ആ വലിയൊരു കോളനിയിലെ മുഴുവൻ പേർക്കും ഇപ്പോൾ ഒരു 10 പേർ കൂടെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ ആ വലിയവാട് ചെരുവ് കോളനിയിലെ അതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യം അവിടെയും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പൈപ്പ് ഇടും, അത് പൊട്ടിപ്പോകും. ഇപ്പൊ നമ്മൾ GI പൈപ്പ് ഇട്ടുകൊണ്ട് മുകളിലേക്ക് യഥാർത്ഥ വെള്ളം ആ ടാങ്കിൽ നിറയുന്ന സാഹചര്യം യഥാർത്ഥമില്ല. ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി മനുഷ്യനെ സംബന്ധിച്ച് കുടിവെള്ളം ലഭ്യമാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ കുടിവെള്ളം ലഭ്യമാക്കാൻ ഉള്ള പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പൊ ഇപ്പോ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ധാരാളം കണക്ഷൻ വന്നപ്പോ ഈ വേട്ടാഞ്ചിറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി യഥാർത്ഥം വന്നപ്പോഴാണ് ഇപ്പൊ ഇവിടെ അക്കന്നൂർ നമ്മുടെ ഇവിടുത്തെ സംരക്ഷണ സമിതി നമ്മുടെ അണ്ണനിന്ന് ഇല്ല അല്ലേ, അദ്ദേഹത്തിന്റെ ഭാര്യമാതാവ് മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജുവും ബാബുരാജിനും അടക്കം ഇതിന്റെ ആവശ്യം നമ്മുടെ മുന്നിൽ യഥാർത്ഥി വന്നുകൊണ്ട് യഥാർത്ഥി പറഞ്ഞു ഇത് ഏത് രൂപത്തിലും കാര്യം ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെയും ശ്രദ്ധയിലേക്ക് യഥാർത്ഥി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് 1 കോടി രൂപ അല്ലെങ്കിൽ 1.5 കോടി രൂപ എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാനത്തെ സംബന്ധിച്ച് ഇത്രയും വേണ്ടി വരുമെന്നറിയാം. എങ്കിലും ഞാൻ പറഞ്ഞ ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം. അപ്പൊ അങ്ങനെയാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്ന കഴിഞ്ഞ വർഷത്തെ പദ്ധതി 1 കോടി രൂപ അല്ലെങ്കിൽ 1.5 കോടി രൂപ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അവസാനം 1 കോടി രൂപ നമ്മുടെ തടയണയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് മേജർ ഇറിഗേഷൻ, ഇത് തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ LSTDക്ക് നേരിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ആറിലാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ മേജർ ഇറിഗേഷനാണ് നമ്മൾ ഈ പൈസ നിക്ഷേപിക്കുന്നത്. അങ്ങനെ 1 കോടി രൂപ ജില്ലാ പഞ്ചായത്തിന്റെ പൈസ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ നമ്മൾ മേജർ ഇറിഗേഷൻ ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഡെപ്പോസിറ്റ് ചെയ്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഒരാൾ ടെൻഡർ എടുത്ത് അതിന്റെ ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആ പണി യഥാർത്ഥത്തിൽ തുടങ്ങാൻ പോകുന്നു. അതിനോടൊപ്പം 2 സൈഡുകളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് 50 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ്. ആ 50 ലക്ഷം രൂപയ്ക്ക് ഉള്ള എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള പണം ഇപ്പൊ മേജർ ഇറിഗേഷൻ ഡെപ്പോസിറ്റ് ചെയ്തു. അതിന് ടെൻഡർ എടുത്തുകൊണ്ട് പുതിയ ടെൻഡറാണ് ചെയ്യേണ്ടത്. ആ ടെൻഡർ എടുക്കുന്ന ആളാണ് ആ വർക്ക് യഥാർത്ഥം ചെയ്യുന്നത്. അത് 1.5 കോടി രൂപ ഈ തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ 1.5 കോടി രൂപ നമ്മളിപ്പോൾ ഇതിനകം തന്നെ നിക്ഷേപിച്ച അതിന്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 49 ലക്ഷം രൂപ കള്ളിക്കാട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു പൂർണ്ണമായി രാജു പറഞ്ഞ് നമ്മളെ പൈസ നിക്ഷേപിച്ചിട്ടില്ല, എന്നാലും വാർത്ത നോക്കി അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ പോയില്ല.
ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരുപക്ഷെ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ, ഇപ്പൊ ഞാൻ എത്ര കോടി എന്നതാണ് എനിക്ക് പോലും യഥാർത്ഥം ഇപ്പം പറയാൻ കഴിയില്ല. ആദ്യ വർഷം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ഒരു വലിയ എമൗണ്ട് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ സങ്കല്പത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന് ചെലവഴിക്കാവുന്ന ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഇടപെടലായിട്ടായിരിക്കും ഇത്രയധികം രൂപ ചെലവഴിക്കുന്നത്. നമുക്കറിയാം പുഴയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 48 ലക്ഷം രൂപയാണ് ആ കുളവുമായി ബന്ധപ്പെട്ട നമ്മൾ ആ നിർമ്മാണത്തിന് വേണ്ടി യഥാർത്ഥം ഉപയോഗിച്ചത്. നമ്മുടെ റോഡുകളുമായി ബന്ധപ്പെട്ട് കോടികൾ ഇപ്പൊ ഇവിടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇതുൾപ്പെടെയാണ് 2.5 കോടി രൂപയുടെ ഇപ്പൊ ഇതിന് ബന്ധപ്പെട്ട ഭാരവാഹികൾ യഥാർത്ഥം തന്നത്. ഈ പഞ്ചായത്തിലാകെ എല്ലാ വാർഡുകളുമായി ബന്ധപ്പെട്ടും 20 കാര്യം നമ്മുടെ ഒരു റോഡ് എന്ന് പറയുന്നത് ഏറ്റവും വന്നത് 10 ലക്ഷം രൂപയാണ്. മണ്ണ് ഇടയ്ക്കോട് വാർഡിൽ തന്നെ എനിക്ക് മണ്ണ് സംരക്ഷണ പ്രവർത്തികൾക്കായി 50 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ബാബുരാജിന്റെ വാർഡിലും ഏതാണ്ട് 10-25 ലക്ഷം രൂപ മണ്ണ് സംരക്ഷണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടതാണ് ചെലവഴിച്ചത്. ഞാൻ പറഞ്ഞ അങ്ങനെ പണം ചെലവഴിക്കുന്നതിന് ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിഗണനയും ഇല്ലാതെ എല്ലാ വാർഡുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ആദ്യം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആദ്യം ചെലവഴിക്കുന്നത് മഞ്ജു പറയപ്പള്ളി എന്ന് പറയുന്ന കണ്ണങ്കോട് വാർഡില് ആ മെമ്പറുടെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ പണം യഥാർത്ഥം റോഡിന് വേണ്ടി യഥാർത്ഥം 2 റോഡിന് വേണ്ടിയും അവിടെ ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പണം യഥാർത്ഥം ചെലവഴിച്ചത്. അപ്പൊ തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടിന്റെ പൊതുവികസനത്തിന് വേണ്ടി പണം ചെലവഴിക്കുക എന്നുള്ള ഒരു നിലപാടിലാണ് നമ്മുടെ കോളനികളുടെ സംരക്ഷണത്തിന് വേണ്ടി അതുപോലെ തന്നെ സോളാർ ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് നിരവധിയായ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയല്ല. നമ്മുടെ ഗ്രാമീണ റോഡ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പോഴാണ് രാജു വന്നിട്ട് പറഞ്ഞത് 20 ലക്ഷം രൂപ ഈ റോഡിന് 10 ലക്ഷം ചോദിച്ച് തുടങ്ങിയതാണ്. അവസാനം 20 ലക്ഷം യഥാർത്ഥത്തിൽ അനുവദിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ പണി യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ MG സ്കൂൾ ചടയമംഗലം MG സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ ഇതിനകം യഥാർത്ഥത്തിൽ അവിടെ ചെലവഴിച്ചു. ഏറ്റവും നിങ്ങൾ MG സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 3 ആളുകൾക്കറിയാം അവിടെ മനോഹരമായ ആഡിറ്റോറിയം ഏതാണ്ട് 1 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് മനോഹരമായ ആഡിറ്റോറിയം അവിടെ ഈ ഭരണസമിതിയുടെ കാലത്ത് നമ്മൾ പറയുന്നത്. അവിടെ ഇപ്പം വേറെ ഏത് സ്കൂളിൽ നിങ്ങൾ പോയ ഫിസിക്കൽ ഫിറ്റ്നസ് പാർക്കുണ്ട്. കാര്യം ആധുനിക ജിമ്മിൽ പോകുന്നതിന് 10 ലക്ഷം രൂപയുടെ കായിക ഉപകരണങ്ങൾ അവിടെ വലിയൊരു ഷെഡ് എടുത്തുകൊണ്ട് അവിടെ ആ 10 ലക്ഷം രൂപയുടെ ജിമ്മിൽ പോകുന്ന എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങൾ കായിക ഉപകരണങ്ങൾ അവിടെ വാങ്ങിക്കുന്നത്. നമ്മുടെ സാധാരണ SPCക്ക് യഥാർത്ഥത്തിൽ അതിന്റെ വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യം കൊല്ലം ജില്ലയിൽ പുഴയപ്പള്ളി സ്കൂളിൽ മാത്രമായിരുന്നു. ശ്രീ ജേക്കബിനെല്ലാം അറിയാം നമ്മുടെ എവിടെ പരിപാടി നടന്നാലും പുഴയപ്പള്ളി സ്കൂളിൽ നിന്നാണ് കുട്ടികൾ എടുക്കുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ബാൻഡ് സെറ്റ് ചടയമംഗലം MG സ്കൂളിൽ നമ്മൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിരവധിയായ നമ്മുടെ പിന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം ചെലവഴിച്ചു. അങ്ങനെ തീർച്ചയായും ഇവിടെ ആവശ്യപ്പെടുന്ന ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ജനങ്ങൾ ഇതുപോലെയുള്ള സംരക്ഷണ സമിതികളെല്ലാം ആവശ്യപ്പെടുന്നു. ഞാൻ പിന്നെ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇവിടെ ഈ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യമേ തന്നെ ഇവിടുത്തെ എല്ലാ പരിപാടിയുമായി ബന്ധപ്പെട്ടും ആറാട്ടുകാരുടെ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നതാണ്, എല്ലാ വിശേഷ അവസരങ്ങളിലും പങ്കെടുക്കുന്നത്. വളരെ സ്നേഹനിർഭരമായ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവേശം നൽകുന്ന തരത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനുള്ള ഊർജം ജനങ്ങളിൽ നിന്നാണ് നമ്മൾ സംഭവിക്കുന്നത്. ആ പ്രവർത്തിക്കാനുള്ള ഊർജം എക്കാലവും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആറാട്ടുകാരുടെ സംരക്ഷണ സമിതിയുടെ സംഘാടകരും അതിന്റെ പ്രവർത്തകരും എക്കാലവും നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ പ്രചോദനമാണ്. സ്വാഭാവികമായും പുതിയ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ഏറ്റവും ആവേശത്തോടുകൂടി നടപ്പിലാക്കാനും എല്ലാം നമുക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. തീർച്ചയായും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇവിടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റോഡിന് വേണ്ടി അവരതുപോലെ പറഞ്ഞ ഒരു 20 ലക്ഷം രൂപ 38 ലക്ഷം രൂപ ആ റോഡ് പരിപൂർണമായും ഇന്റർലോക്ക് ഉൾപ്പെടെ അതാണ് ഇട്ടുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ആ കുഞ്ഞയ്യപ്പ ക്ഷേത്രം ആ റോഡ് പരിപൂർണമായും നമുക്ക് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുന്ന വിധം വീതി കൂട്ടി ആ റോഡിനെ സംബന്ധിച്ചിടത്തോളം അത് പണി പൂർത്തീകരിച്ച് ആഗ്രഹിക്കുന്ന തരത്തിൽ അത് റോഡ് മണ്ണിട്ട് പൊക്കി നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അത് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഈ വർഷം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോ തീർച്ചയായും പഞ്ചായത്തിനെ സംബന്ധിച്ച് ബാക്കി നിൽക്കുന്ന ആവശ്യങ്ങൾ കൂടി എന്തായാലും ഒരു 1/2 കോടി ഏതാണ്ട് 1 കോടിയോളം രൂപ ഈ സാമ്പത്തിക വർഷം ഇപ്പോൾ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസം തുടങ്ങി ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പുവരികയാണ് 1 കോടി രൂപയുടെ പദ്ധതിയും കൂടെ ഏറ്റവും കുറഞ്ഞ്
ജില്ലാ പഞ്ചായത്ത് എന്റെ വകയായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ വളരെ സ്നേഹനിർഭരമായ കാര്യം ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞല്ലോ നല്ല തുടക്കത്തിൽ തന്നെ അനുമോദനം ഉൾപ്പെടെ തന്ന ആദരവ് ഉൾപ്പെടെ തന്ന് തീർച്ചയായും വളരെ ഹൃദയംഗമായ രൂപത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെയും അതോടൊപ്പം തന്നെ വളരെ നിർലോഭമായ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും വളരെ നിർലോഭമായ സഹകരണങ്ങളും സഹായങ്ങളും എത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പൊതുജനങ്ങളെയും സഹോദരന്മാരെയും മാതാപിതാക്കളെയും വളരെ ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ 1.5 കോടി രൂപ ചെലവഴിച്ച് ഇവിടെ വേട്ടാഞ്ചിറ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുളയിൽ പമ്പ് ഹൗസിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഈ തടയണയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇളമാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വാളിയോട് ജേക്കബ് അവരെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ ബഹുമാന്യ അധ്യക്ഷ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന് വൈസ് പ്രസിഡന്റ് ശ്രീ രാജ്, പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ ബഹുമാനപ്പെട്ട താങ്കൾ, ഈ വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായ ശ്രീ രമണ, അതുപോലെ തന്നെ ശ്രീ ഹരികുമാർ, ശ്രീ യൂസഫ് കേരപ്പള്ളി, ശ്രീ സുരേന്ദ്രപിള്ള, സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളായ അനിൽകുമാർ, അതുപോലെ തന്നെ മിനി, ഇവിടെ പ്രശ്നം രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളായ ശ്രീ ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ നെറ്റിയിലെങ്കിലും ഉയർന്ന രാധാകൃഷ്ണൻ, പിന്നെ വാർഡൊക്കെ കൊടുക്കാൻ വന്ന നമ്മുടെ മധുവ രാജീവ്, എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞു പോകുന്നില്ല, മറ്റു ബഹുമാനം വെച്ചിട്ടുണ്ട്. ഇവിടെ വേട്ടാഞ്ചിറ ശുദ്ധജല പദ്ധതിയുടെ അനുബന്ധിച്ച് അത് കുറെ കൂടി ഡെവലപ്പ് ചെയ്ത് ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നത് വേനലിനെ ചെറുക്കുന്നതിനുമുള്ള വിപുലമായ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടനമാണ്. പദ്ധതിയിൽ 1 കോടി രൂപ ശുദ്ധജല പദ്ധതിക്ക്, കുടിവെള്ള പദ്ധതിക്ക് 50 ലക്ഷം രൂപ അതിന്റെ ട്രൈബൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളതിൻ്റെ ഒരു പ്രാധാന്യം അറിയേണ്ടത് 2013 വരൾച്ചയുടെ സമയത്ത് അന്ന് ഞാൻ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നതാണ്. യഥാർത്ഥ ഈ ബാബുരാജനെയും ഞാനും കൂടെ അപ്പുറം നിന്ന് പോറുകൂടി നടന്നു പോലീസ് കേസ്. കാരണം വെള്ളം മനുഷ്യരെല്ലാം കെട്ടിയിടുക. അപ്പൊ ഇളമാട് പഞ്ചായത്തുള്ള വെള്ളം ഇവരൊക്കെ പാത്ത് മാന്തിക്ക് പോകും. നമ്മുടെ വെള്ളം കിട്ടുന്ന ഇവിടുന്ന് മാന്തം. അപ്പൊ ഞങ്ങളിത് കണ്ടുപിടിച്ചിട്ട് ഞങ്ങളൊന്ന് നടക്കും. അതിനെ മുന്നേ പ്രശ്നമാണ്. അപ്പൊ ഞാൻ വെള്ളത്തിന്റെ ക്ഷാമം വന്നപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം അതായിരുന്നു. അന്ന് ഈ ജപ്പാനിൽ ജലജീവൻ മിഷന്റെ പദ്ധതിയൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിനുണ്ടായ അത്രത്തോളം വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ജലജീവൻ മിഷന്റെ പദ്ധതിയിലും പൂർണ്ണമായി ജലം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആഴ്ചയിൽ 2 or 3 ദിവസം കൃത്യമായിട്ട് വെള്ളം കിട്ടാൻ പറ്റും. ഉണക്കായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ 2 ദിവസമായി തീരും. അത് ആരുടെയും കുറ്റമല്ല. അതിനാവശ്യമായ വെള്ളം സ്റ്റോർ ചെയ്തെടുക്കാനുള്ള സൗകര്യം നമുക്ക് അത്രത്തോളം ജലം നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രാദേശികമായ ജല പദ്ധതികൾ കൊണ്ട് മാത്രമാണ്
നമുക്കിതിനെ മറികടക്കാൻ കഴിയും. ആ മറികടക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ആറാട്ടുകടവ് സംരക്ഷണത്തിലെ നിവേദനത്തെ തുടർന്ന് നിങ്ങൾ ബഹുമാനപ്പെട്ട നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ സമ്മർദ്ദം ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നു. അതിന് മുൻകൈ എടുത്ത നിവേദനമെങ്കിലും സംരക്ഷണ സമിതി പ്രത്യേകമായി ആദ്യമായി അനുവദിക്കുന്നു. രണ്ട്, ഇപ്പം നിങ്ങൾ നിവേദനം നൽകിയാൽ മാത്രം പോലെ ആ നിവേദനം വേണ്ടി ചുരുട്ടി നിങ്ങളൊക്കെ എടുത്ത് വേസ്റ്റ് ബോക്സിലോട്ട് ഇട്ടാൽ പ്രശ്നം അപ്പോഴേ പരിഹരിക്കും. പലയിടത്തും പ്രശ്നം പരിഹരിക്കുന്ന അങ്ങനെ അയാളാണ് കൊടുക്കുന്ന പ്രശ്നം ബാബുരാജ അപ്പോഴേ വേസ്റ്റ് ബോക്സിലോട്ട് ഇടുമ്പോൾ പ്രശ്നം പരിഹരിക്കും. ഇതിൻ്റെ പുറമെ പോകുന്ന കാര്യമേ ഇല്ല. പക്ഷെ അത് സൂക്ഷിച്ചു വരുന്നതിനെ ഫോളോ അപ്പ് ചെയ്ത് 1.5 കോടി രൂപ ഒരു പ്രദേശത്തേക്ക് തരിക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ പദ്ധതി നടപ്പിലാക്കുമ്പോഴും പദ്ധതി നിർവഹണം നടത്തുമ്പോഴും മാത്രമായിട്ട് ഈ പൈസ കിട്ടും. ഞാനും അയാൾ ഒന്നിച്ചൊരു സമിതിയിൽ നിന്നുകൊണ്ട് കള്ളത്തരങ്ങളുടെ ആശാന്മാരാണ് അയാൾ. ഞാൻ അത്രയല്ല, ഞാൻ ഇച്ചിരൂടെ ചെറിയ ആൾ എന്നും ചൊല്ലി അത്രയും മോശക്കാരനാണ് ഞാനും പറയുന്നില്ല, ഉത്താവും പറയുന്നത്. അപ്പൊ ഞാൻ പറയും പദ്ധതിയില് ഈ കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഓട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകാനാണ്. ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ ജയിപ്പിച്ചു വിട്ട ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ആ പ്രദേശത്തിലേക്ക് വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഫണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോവുക എന്നതാണ്. ഞാൻ ടെക്നോളജി പറയുന്നില്ലെങ്കിലും റിവിഷൻ ടൈമിലാണ് ഇതെല്ലാം സാം ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല പരിചയമാണ്. അപ്പൊ ആ ടൈമിൽ മറ്റ് ജനപ്രതിനിധികൾ മടുത്തിറങ്ങുന്ന സമയത്ത് ജനപ്രതിനിധികൾ നോക്കി വെച്ച് കാര്യങ്ങൾ ചെയ്ത് വിലോറാക്കി തൊട്ടടുത്ത വർഷം പദ്ധതി നടപ്പിലാക്കും. ഞാൻ ചെയ്യുന്നത് നമ്മളെ പലരും ഇത് പഠിച്ചു വരുമ്പോഴത്തേക്ക് 5 വർഷം കഴിയും. അഭിമംഗലത്തിന് പാഠം അങ്ങനെയാണോ? ഈ 5 വർഷം കഴിയുമ്പോൾ പിന്നെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഉറങ്ങി. അപ്പൊ ഇരുന്ന് പഴകിയ ആളുകൾ ഇത് നേരത്തെ മനസ്സിലാക്കി പണി ചെയ്യും. അവരാരും പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നാളെ ഇത് നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ടെക്നോളജി. അപ്പൊ ആ ടെക്നോളജി ഞാൻ തെറ്റായി പറയുന്നില്ല. പലപ്പോഴും പല MLA-മാരും അവരുടെ മണ്ഡലത്തിലേക്ക് വരുന്നു, പലതും കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി അതിന്റെ പുറകെ നമ്മൾ പല അഭ്യാസവും കാണിക്കുന്നുണ്ട്. അതിനകത്ത് സപ്പോർട്ടില്ല. അല്ല, മൊത്തത്തിൽ അനുവദിച്ചിട്ടുണ്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നാൽ കിട്ടുന്നതേ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർക്കും അത്രയേ ഉള്ളൂ, കിട്ടുന്നതേ അത് കൊണ്ട് കിട്ടുമോരാ ഇല്ല. അപ്പൊ അതിനുള്ള വേറെ നല്ല ടെക്നോളജി ഉണ്ട്. അപ്പൊ ആ ടെക്നോളജി നാടിന് വേണ്ടി സാബ് പൂർണ്ണമായി ഉപയോഗിച്ചു എന്നതിൽ അദ്ദേഹത്തിനും അഭിമാനിക്കാം, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത നിങ്ങൾക്കും അഭിമാനിക്കാം എന്നതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ അതേ സാമും കൂടി ഒന്നിച്ചൊരു സമിതി ഇരുന്നിട്ടുള്ള ആളുകളാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടുപേരെയും ഒരു ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അത് ഇതിനേക്കാൾ വലിയ സ്ഥാനം കിട്ടി, ഇച്ചിരി കുറഞ്ഞു. കാരണം എടുത്തോണ്ട് നടക്കാൻ പാടായിരുന്നു, അത്ര വലിയ സ്ഥാപനം. ഇന്നലെ ആദരിച്ചു, ഡെവലപ്മെന്റിന്റെ പേരിൽ തന്നെ ആദരിച്ചു. അവിടുത്തെ പല പ്രധാനമായ ചില വിഷയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ അതിന്റെ രീതിയിൽ ഇന്നലെ അവർ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചാദരിച്ചു. അപ്പൊ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നെ തന്നെ ആദരിക്കും. അത് ഇദ്ദേഹം സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തന്നെ ആദരിക്കുന്നു. അത് ഞാൻ കാരണം അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം പിടിച്ചിരിക്കുന്ന പണി നമുക്കറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് ആഗ്രഹമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ഡെവലപ്പ് ചെയ്യ ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നിങ്ങളുടെ ഈ ഭാഗം. അതിന്റെ ഒരു ചുവടുവയ്പ്പിനുള്ള അതിന്റെ തുടക്കത്തിനുള്ള ആദ്യത്തെ പരിശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ രീതിയിൽ മുതലാക്കി പോയാൽ അത് ഈ പഞ്ചായത്തിനല്ല, തൊട്ടപ്പുറത്തെ പഞ്ചായത്തിന് ഗുണകരമായി മാറും. പിൽഗ്രിം ടൂറിസത്തിലേക്ക് ഏരിയ മാറും. അപ്പൊ അങ്ങനെ മാറ്റപ്പെട്ടാൽ അത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിൽ നല്ലപോലെ വരും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിന് ആഗ്രഹമുള്ള ജനപ്രതിനിധികൾ ഉണ്ടാവും. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ ആ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ. അപ്പോ നിങ്ങളുടെ ജനപ്രതിനിധി ഇവിടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല, പറയാത്ത കാര്യം വിമർശിക്കുന്നില്ല. അതിനെന്തറിയാം, വിമർശിച്ചാൽ നിങ്ങളെല്ലാം തന്നെ അടിക്കും. ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ വിമർശിക്കുന്നില്ല, പക്ഷെ നമുക്കിത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം. എങ്കിൽ പോലും ഞാൻ സാമയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ പഴയ ഒരു സഹപ്രവർത്തനം എന്നുള്ള ഈ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾ കാണുന്ന ഒരു കാര്യം, കൊല്ലം ജില്ലയിൽ തന്നെ 2
ഓപ്പൺ ജിംനേഷ്യമുള്ള പഞ്ചായത്തുകളാണ്. ഒരെണ്ണം ചെറുവക്കലിലും ഒരെണ്ണം എളമാട് പഞ്ചായത്ത് സ്റ്റേഡിയം. അപ്പൊ രണ്ടെണ്ണവും അനുവദിക്കുന്നതിൽ ഇതുപോലെ സ്പിൽ ഓവറിലെടുത്ത് വരുന്നതിൽ മൂന്നാർപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്ന സ്ഥാനത്തൊക്കെയാണ് വളരെ നല്ലത്. ചെറുതായിട്ട് ഞങ്ങൾ അതോടൊപ്പം തന്നെ ഹാച്ചറിയുടെ പ്രവർത്തനത്തിൽ രണ്ടാമത്തെ കാൽവെപ്പ് നടത്തിയത് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ സജീവമായി ഇടപെട്ടുകൊണ്ടാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവിടെയുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനവും ജില്ലാ പഞ്ചായത്തിന്റെ വിശ്രമമാണ്. മറ്റു ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്കിവിടെ പറയാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നില്ല, പറയുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ കക്ഷി നോക്കാതെ ആ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അത് നാട്ടിൽ ചെയ്യുകയും അതല്ലെങ്കിൽ ഏതറ്റം വരെ കൂടി ആ ഫണ്ട് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുക എന്നത് ജനപ്രതിനിധിയെ സംബന്ധിച്ച് ചെയ്യേണ്ടതുപോലെ ആ കാര്യത്തിൽ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തുകളുടെ പ്രവർത്തനം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ആ ശ്ലാഘനീയമായ പ്രവർത്തനത്തെ അനുമോദിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ പ്രദേശത്ത് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആറുമായി ബന്ധപ്പെട്ട് അതുപോലെ നിങ്ങളുടെ അലർട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിനെ ഈ രീതിയിൽ എത്തിക്കാൻ പരിശ്രമിച്ച സംരക്ഷണ സമിതിയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നു. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നു. എന്നാൽ ഒരു 5 മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ ഒന്നും ഒന്ന് പറയാം. ഇതെല്ലാം പറഞ്ഞ് താമസായി തിരിച്ചൊന്നും ഇരിക്കണം. 5 മാസം കഴിയുമ്പോൾ ഇതിനെ ഞാൻ വരവുണ്ട്. അന്ന് ഞാൻ പറയുന്നതൊന്നും ആയിരിക്കില്ല. എന്തായാലും ദേഷ്യവും വിഷമമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ഭാവുകളും ആശംസിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. എന്നെ കൂടി ക്ഷണിച്ചതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഒരു ക്ഷേത്രത്തിലെ പരിപാടി കൂടി ഇളവാറുണ്ട്, പോകണം എന്ന അനുവാദം കൂടി തന്നു പോകുന്നുണ്ട്. അവസാനിപ്പിക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി 2ാം വാർഡ് മെമ്പർ ബാബുരാജ് അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി യൂനീസിന് യോഗത്തിന് സ്വാഗതം പറഞ്ഞ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് തിരുവമ്മ വാർഡ് മെമ്പറുമായിട്ടുള്ള ശ്രീ എ രാജു, ഈ കുടിവെള്ള പദ്ധതി അതിന്റെ തടയണ നിർമ്മാണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ മെമ്പർ സാമിത്യരാജൻ, ഇവിടെ എല്ലാ വിഷയങ്ങൾ അറിയിപ്പിച്ചാൽ കൃത്യമായി പങ്കെടുക്കുന്നു. എളമാട് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വായൂർ ജേക്കബ്, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള നസീം അമ്പലത്തിൽ, CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് എ ജി രമൺ, BJPയുടെ മണ്ഡലം ഭാരവാഹി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ എം ഹരികുമാർ, കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീകണ്ഠ, ശ്രീ യൂസഫ് ജലപ്പള്ളി പ്രേമയുടെ ഇവിടെ ഉദ്ഘാടകൻ അതോടൊപ്പം തന്നെ സംസാരിച്ചതൊക്കെ പറഞ്ഞതുപോലെ നമ്മളെല്ലാ വർഷവും പ്രത്യേകിച്ചും മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ചെലവുകരം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളം അനുഭവിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും ഇത്തിക്കര ആറ്റിൽ ആണ് നമ്മൾ ഈ കല്യാണ ഈ പമ്പ് ഹൗസിന്റെ സമീപത്തായി പമ്പ് ഹൗസ് ഉള്ളത്. പലപ്പോഴും ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേന് ആറ്റി വെള്ളം കാണത്തില്ല. നിരവധി വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മുൻകാലങ്ങളെല്ലാം തന്നെ ഇത് പമ്പ് ചെയ്തതിന് വെള്ളമില്ലാതെ വന്ന സന്ദർഭങ്ങളിൽ മുകളിൽ കിടന്ന വെള്ളം ചാലുകളായി കൊണ്ടുവന്ന് ഈ പമ്പ് ഹൗസിനോട് ചേർന്ന് ചാക്കിട്ട് തടയണാക്കിക്കൊണ്ട് അത് പമ്പ് ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല വർഷങ്ങളിൽ. അങ്ങനെയാണ് നേരത്തെ ഇവിടെ എളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു വിഷയം ഉണ്ടാവുകയും എളമാട് പഞ്ചായത്തിൽ ചെലയങ്കലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസ് ഉൾപ്പെടെ ഉണ്ടായി. അപ്പോൾ അത് എല്ലാ വർഷവും ഇങ്ങനെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണ് ഒരു ശാശ്വതമായ പരിഹാരം? ഈ പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചതാണ്. പക്ഷേ
ചടയങ്കര പഞ്ചായത്തിനെ കൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് ചിലവാക്കിക്കൊണ്ട് ഒരു തടയ നിർമ്മാണത്തിന് ഈ അടുത്ത കാലത്തൊന്നും നടക്കുന്നത്. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷി പഞ്ചായത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇതിനെ ഇത് എങ്ങനെ നടപ്പിലാക്കാമെന്നതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ആലോചിക്കാൻ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റോടെ ആയിട്ടുള്ള ഡിവിഷൻ മെമ്പർ ശ്രീ സാംകരാജിനെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രമിക്കാം, ഏതായാലും പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിട്ട് സമയമാണ്, എന്റെ കഴിയുന്ന പരമാവധി ഞാൻ അക്കാര്യത്തിൽ നിങ്ങളെ സഹായത്തിനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിപ്പോൾ ശാശ്വതമായിരിക്കുകയാണ്. ഇതിന്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ജൂൺ മാസം 30-ാം തീയതിക്കുള്ളിൽ തന്നെ ഇതിന്റെ കരയണ നിർമ്മാണം പണി പൂർത്തീകരിക്കാമെന്നാണ് സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹങ്ങളുടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ സമയത്ത് മാത്രമേ ഇത് പണി നടക്കുള്ളൂ. ഇനിയിപ്പോ ഒരു ജൂൺ മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഈ നിർമ്മാണ പ്രവർത്തനം ഒന്നും തന്നെ നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് ഈ മെയ് മാസം അവസാനത്തോടെ ഇതിന്റെ പണി പൂർത്തിയാക്കുന്ന തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പണി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം വരെ നമ്മളിവിടെ പമ്പിങ്ങിന് വേണ്ടി 12 HP മോട്ടറാണ് ഉണ്ടായത്, 2 മോട്ടർ. അതിൽ നിന്ന് കേടായി കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് കൊണ്ടുപോയിട്ടാണ് ഇതിന് മെയിൻ്റനൻസ് കൊണ്ടുവരാനുള്ളത്. എത്രയോ ദിവസങ്ങൾ അങ്ങനെ ഇവിടെ മുടക്കം വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ ജനങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെയും വിളിക്കുന്ന ആ ഭാഷ ഞങ്ങൾ പറയുന്നില്ല, വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ശാശ്വതമായി പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഈ ഇവിടെ പറഞ്ഞതുപോലെ 1 കോടിയോളം രൂപ ചെലവാക്കിക്കൊണ്ട് ഈ കറ്റൂടി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അത് ആ കറ്റൂടി കുടിവെള്ള പദ്ധതിയാണെന്ന് വന്നതെങ്കിലും അതിന്റെ ഉപയോഗം ഉണ്ടായത് ഈ പമ്പ് ഹൗസിലാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് 50 HP മോട്ടോർ ഇപ്പോൾ സ്ഥാപിക്കുന്നത്. അതിന്റെ ഫലമായി ഇപ്പോൾ വലിയ കുടിവെള്ള ക്ഷാമം ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, ഈ പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വെല്ലുവിളി ഇരിപ്പുണ്ട്. ആളുകളെല്ലാം വിളിക്കും ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. ഇപ്പൊ അങ്ങനെ വലിയ വിളി വരുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ ഈ സമയങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് കുടിവെള്ളം വിതരണത്തിന് വേണ്ടി ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ നമ്മൾ കൊടുത്തു തുടങ്ങിയില്ല. കാരണം നമ്മൾ ഏതാണ്ട് 11 വാർഡുകളിൽ ഈ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം പോകുന്നത്. അപ്പോൾ അതിന്റെ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൃത്യമായി എല്ലാ പ്രദേശങ്ങളിലും വെള്ളം എത്തുന്നുണ്ടെന്നുള്ളത് വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ഒരു ആശ്വാസകരമായ നടപടിയാണ്. അതിന് വേണ്ടി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തടയണ നിർമ്മാണം കൂടി കഴിയുമ്പോൾ വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഈ ചൂട് സമയങ്ങളിൽ ഈ വലിയ ക്ഷാമം ഉണ്ടാകുന്ന സമയങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ കുടിവെള്ളം യഥേഷ്ടം ഈ പഞ്ചായത്ത് എല്ലാ മേഖലയിൽ എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച ഈ നാടിനെ സഹായിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർക്ക് എല്ലാവിധ ആശംസ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി സമയബദ്ധമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വെട്ടാഞ്ചിറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ തൊട്ടടുത്ത വാർഡ് മെമ്പർ നസീം അമ്പലത്തിൽ അവരെ ക്ഷണിക്കുന്നു.